പൂർണ്ണ ഇത്തിബായ സ്വീകരിക്കാൻ നിങ്ങളൊക്കെ വീട്ടിൽ ഇപ്പൊ പെരുന്നാളിന് വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾക്കൊക്കെ മൈലാഞ്ചി ചെയ്യാൻ കൊടുത്തില്ലേ? അത് പെരുന്നാളിന് എന്നിങ്ങനെ വന്നിരിക്കുക, അങ്ങനെ ഉറൂസിന്റെ മജ്‌ലിസിന് സുഖമായിട്ട് ഉഷാറായിട്ട് ഇത്തിബായിട്ട് സ്വീകരിക്കാനുള്ള കെൽപ്പ് വേണം. അതാണ് മുസ്ലിമിന്റെ ശരിക്കുള്ള സൗന്ദര്യം. അള്ളാഹുവിലും ആഖിറത്തിലും ശരിക്കുള്ള ഈമാൻ ഉണ്ടോ? ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഉസ്വത്തുൻ ഹസന. അത് പൂർണ്ണാർത്ഥത്തിൽ പാലിക്കാനുള്ള കഴിവ് നമ്മൾ സ്വീകരിക്കണം, സ്വായത്തമാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഞാൻ മുമ്പ് നിന്നിടത്ത് ആൾക്കാരോടൊക്കെ പെരുന്നാളിന്റെ തൊട്ട് മുമ്പത്തെ ആഴ്ച പറഞ്ഞു, നിങ്ങളെ പൊരേക്കെങ്ങാനും ചോറേക്കാൻ വരുന്ന സമയത്ത് അവിടെ വിവാഹിതരല്ലാത്ത കുട്ടികൾ മൈലാഞ്ചിട്ടുണ്ടാ പിന്നെ ഞാൻ ചൂടായാലും എന്നോട് പറയരുതിട്ടോന്നു. അങ്ങനെ ആൾക്കാരതൊക്കെ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു. ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ നിന്ന് ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട്, ഉസ്താദേ നിങ്ങൾ മൈലാഞ്ചി രണ്ടാന്ന് പറഞ്ഞിട്ട് ബാപ്പ വാങ്ങി തന്നിട്ടില്ല, ഞങ്ങൾക്ക് എന്താ മൈലാഞ്ചിട്ട കുഴപ്പമെന്ന് ചോദിച്ചു. ചെറിയൊരു പെൺകുട്ടി, 2ാം ക്ലാസ്സിലെ ചെറിയൊരു കുട്ടിയല്ലേ ആ കുട്ടി ഒന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഈ മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ അത് വിവാഹം ചെയ്ത സ്ത്രീകൾക്കുള്ള സുന്നത്താണ്, മോളെ കെട്ടിച്ചിട്ടില്ലല്ലോ എന്നാണ്. അപ്പൊ ആ കുട്ടി ഉള്ളിലേക്ക് ഓടുകയും ചെയ്തു. മോളൊരു പുതിയ എണ്ണായിട്ടില്ലല്ലോ, പുതിയ പെണ്ണിനുള്ള ഒരു അലങ്കാരത്തിന്റെ സുന്നത്താണത്. ആ പുതിയ പെണ്ണ് വരെ ഇരിക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മൈലാഞ്ചി ഹറാമാണ്. ഇരിക്കുന്ന പെണ്ണിന് മൈലാഞ്ചി ഇടാൻ പാടില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് വയസ്സത്ര കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. ചില ആൾക്കാർക്ക് ഇരിക്കുമ്പോ ഭർത്താവ് മരിക്കും, ഭാര്യക്ക് 80 ആയിട്ടുണ്ടാവും. എന്നാലും വിധി ഒന്നെ. ഭർത്താവ് മരിക്കുമ്പോ ഭാര്യക്ക് 22 ആണെങ്കിലും വിധി അങ്ങനെ തന്നെ, പാടില്ല. ഇരിക്കുന്ന പെണ്ണിനത് ഹറാമാണ്. ചെറിയ കുട്ടികൾക്ക്, വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക് മൈലാഞ്ചി തേക്കുന്നത് കറാഹത്താണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. യുന്തബുലിൽ മുതസവ്വിജ വ യുക്റഹുലിൽ ഖലിയ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി അങ്ങനെയാണ്. വിവാഹിതർക്ക് മൈലാഞ്ചിയിടൽ പെണ്ണുങ്ങൾക്ക് സുന്നത്താണ്. അവർക്ക് കല്യാണത്തിന്റെ അന്ന് മാത്രമല്ല, പെരുന്നാളിനും ഭർത്താവ് വീട്ടിലേക്ക് അണയുന്ന സന്ദർഭത്തിലും നല്ല ഭംഗിയുണ്ടാക്കൽ സുന്നത്തായ എല്ലാ സന്ദർഭങ്ങളിലും അത് സുന്നത്താണ്. കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കൽ സുന്നത്താണ്. പുരുഷന്മാർ കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കുന്നത് ഹറാം എന്നല്ല, വൻകുറ്റവുമാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു സവാജിറിൽ അത് എണ്ണിയിട്ടുണ്ട്. കല്യാണത്തിന്റെ അന്നാണെങ്കിലും ഉപ്പമാരെ, മകന്റെ കല്യാണം എന്ന നിലക്കുള്ള ഒരു സന്തോഷം കിട്ടണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. ഇന്നത്തെ കാലത്ത് വല്ലാതെ അധ്വാനം ചെയ്യണം. അതിന് കഴിയാത്തവർ തൽക്കാലം ടിക്കറ്റ് എടുത്ത് എവിടേക്കെങ്കിലും സിയാറത്തിന് പോകലാ നല്ലത്. നാ പടച്ചോനോട് ആഖിറത്തിൽ പറയാ, ഞാനതിന് സാക്ഷിയായിട്ടില്ല പടച്ചോനെ, പറഞ്ഞാ കേൾക്കാത്തൊരു പെരുമ്പടപ്പാണ് എനിക്കുണ്ടായിരുന്നത്, അവനങ്ങ് നടത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മാറി നിന്ന് പോയതാന്ന് പറയാം. മൈലാഞ്ചി തേച്ച ആ പെണ്ണ ആണ് ആ പുരുഷൻ നല്ല തലയിൽ നല്ലൊരു ടവലും തൊപ്പിയൊക്കെ ധരിച്ചിട്ട് ബറക്കത്തുള്ള ഒരു സദസ്സാണ് നിക്കാഹിന്റെ സദസ്. ദുആഇന് ഇജാബത്തുള്ള സദസ്സാണ്, സ്വാലിഹീങ്ങളെ കൊണ്ടുപോകേണ്ട സദസ്സാണ്. പക്ഷേ ഒരു ഇജാബത്തും അവിടെ ലഭിക്കാൻ സാധ്യതയില്ല. പുതുമാരൻ വാനിലേക്ക് കൈയുയർത്തുമ്പോ കൈ വെള്ളയിൽ മുഴുവനും എഴുതി വെച്ചിരിക്കുന്നു മൈലാഞ്ചി കൊണ്ട്, അവന്റെയും അവളുടെയും പേരുകൾ. വിളിപ്പേര് ഒരു ഭാഗത്ത്, സ്വന്തം പേര് വേറൊരു ഭാഗത്ത്. പിന്നെ റോട്ടിലൊക്കെ കാണുന്ന കുറെ ചിഹ്നങ്ങളുണ്ട്, അല്ലാത്ത കുറെ ചിഹ്നങ്ങളുണ്ട്. അതൊക്കെ കൂടി എഴുതിയിട്ട് വന്നിരിക്കുകയാണ്. എന്ത് ബറക്കത്തുണ്ടാകാനാണ് സഹോദരങ്ങളെ. ബാറക്കല്ലാഹു ലക്കുമാ എന്നൊക്കെ പറയുമ്പോ നമ്മളൊക്കെ ആമീൻ ആമീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സ്വീകാര്യതയാണ്. പച്ച ഹറാമും ഉപയോഗിച്ചല്ലേ വന്നിരിക്കുന്നത്, എന്ത് സ്വീകരിക്കാനാ. നിങ്ങൾ വാത് കേൾക്കല്ലേ, മുമ്പ് മൂസാ നബിന്റെ കാലത്ത് മഴ തേടാൻ പോയപ്പോ ഒരൊറ്റ ആളെ കാരണം കൊണ്ട് ദുആഇന് ഇജാബത്ത് കിട്ടില്ല എന്ന് കേട്ടില്ലേ? അത് അന്ന് മാത്രമേ ഉള്ളൂ, ഇന്നൊന്നും ഉണ്ടാവില്ലേ? അത് അഡ്ജസ്റ്റ് ചെയ്താ പോരെ, ഒരു 15 മിനിറ്റ് കിട്ടും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് മഹാനവർകൾ മഴ നേടാൻ വേണ്ടി ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയപ്പോ അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ ആ ജനങ്ങളെ കൂട്ടത്തിൽ ഒരു ദോഷിയുണ്ട്,
ഇതുവരെ തൗബ ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യനുണ്ടാ കൂട്ടത്തിൽ. ഒന്നുകിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി തൗബ ചെയ്യാൻ പറയണം. അല്ല, അയാൾ തൗബക്കൊരുങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിന്ന് അയാളോട് പോകാൻ പറയണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾക്കിടയിലേക്ക് അനൗൺസ്മെന്റ് നടത്തി, നിങ്ങളെ കൂട്ടത്തിൽ പാപം ചെയ്ത കുറ്റം ചെയ്ത ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ തൗബ ചെയ്തിട്ടില്ല. അവൻ വല്ലാതെ മഹാപാപിയാണ്. അവൻ ഉള്ളത് കൊണ്ടാണ് അല്ലാഹു ദുആഇന് ഉത്തരം തരാത്തത്. ആരാ ദുആർക്കാൻ ഒരുങ്ങുന്നത്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. 313 മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹാന്മാരാരാണ് സഹോദരങ്ങളെ? ഉലുൽ അസ്മികളാണ്. ആ ഉലുൽ അസ്മിൽ പെട്ടൊരു മെമ്പറാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ചെറിയ സ്ഥാനമൊന്നുമല്ല മൂസാ നബിക്ക് അല്ലാഹു നൽകിയത്. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله. മുർസലീങ്ങൾക്ക് വ്യത്യസ്ത ഗ്രേഡ് നമ്മൾ നൽകിയിട്ടുണ്ട്. അവരിൽ വലിയ സ്ഥാനമുള്ളവരാണ് മൻ കല്ലമല്ലാഹ്, അല്ലാഹു സംവദിച്ച ആളുകൾ. അതിൽപ്പെട്ട ആളല്ലേ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് കുറ്റം ചെയ്ത ആള് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ കുറ്റം ചെയ്ത ആള് അതിന്റെ ഇടയിൽ നിന്ന്, പടച്ചോനെ എന്നോടാണല്ലോ മൂസാ നബി ആ പോകാൻ പറയുന്നത്, ഞാനിപ്പോ പോയാ ജനങ്ങൾക്കിടയിലൊക്കെ എനിക്ക് ദുഷ്പേര് വരും, ഞാനാണ് കുറ്റം ചെയ്ത ആളെന്ന് എല്ലാവരും മനസ്സിലാക്കൂലേ? 10,000-കണക്കിന് ആളുകളാണ് മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എത്ര മുഖറബീങ്ങൾ ഉണ്ട് ആ കൂട്ടത്തിൽ. തൗറാത്ത് കൊണ്ട് അത് പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത എത്ര ആളുകളുണ്ട്? 2 വക്ത് നിസ്കരിച്ചും രാത്രി നിസ്കാരം നിർവഹിച്ചും അള്ളാഹുവിലേക്ക് അടുത്ത് എത്ര പേരുണ്ട്? സുഹൃതങ്ങൾ ചെയ്ത ഒരുപാട് ശ്രേഷ്ഠ ജനങ്ങളുണ്ട്. അവർക്കിടയിൽ ഇജാബത്തിന് തടസ്സം ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ കല്യാണപ്പറമ്പിൽ കല്യാണ സ്റ്റേജിൽ ഇജാബത്തിന് തടസ്സം ഈ വന്നിരിക്കുന്ന പുതുമാരനാണ്. ബാക്കിയുള്ളവരൊക്കെ ആള് ക്ലിയറാണ്. ഈ വന്നിരിക്കുന്ന ആൾ ഇപ്പൊ എങ്ങനെയാ വന്നത്? കബീറത്തിന്റെ കൊട്ടയിട്ടാ വന്നത്. ഒരു മഹാപാപം പേറിയിട്ടാ വന്നിരിക്കുന്നത്. അവിടെ അഞ്ഞ് 3 പ്രാവശ്യം ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ. പിന്നെന്താ ബാക്കിയൊക്കെ പറയേണ്ടത് അവിടെ. നമ്മൾ നന്നായി ആലോചിക്കണം, ചാൻസ് എങ്ങനെ വരാനാണ്. മൂസാ നബി അലൈഹിസ്സലാം അനൗൺസ് ചെയ്തപ്പോ അയാളിങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ ഞാനാണല്ലോ പറയുന്ന ആള്. അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ എന്റെ മറ നീ പൊളിക്കരുത് അല്ലാ. ഈ നിമിഷം നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഇനി മേലാൽ ഞാൻ ചെയ്യുന്ന കുറ്റകൃത്യത്തിലേക്ക് ഞാൻ മുതിരുകയില്ല. എന്റെ തൗബ സ്വീകരിച്ചു ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുറെ നേരം നോക്കി നിന്നു. ആരും പോകുന്നത് കണ്ടില്ല. അള്ളാഹുവിന്റെ വഹയി വന്നു, ദുആ ചെയ്തോളൂ ഉത്തരം തരാം, ദുആ ചെയ്തോളൂ ഉത്തരം തരാം. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഉത്തരം കിട്ടി. നല്ല മഴ ലഭിച്ചു. അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ പോകാൻ പറഞ്ഞ ആള് പോകുന്നൊന്നും കണ്ടില്ലല്ലോ, പിന്നെ നീ ദ്വാരക്കാൻ പറഞ്ഞല്ലോ. അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ നിങ്ങൾ അനൗൺസ്മെന്റ് നടത്തിയപ്പോ ആ വ്യക്തി എന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങി പശ്ചാത്താപബോധത്തോടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രാജിയായി മേലാൽ ഒരു പാപവും ചെയ്യാത്തവനായി ജീവിക്കാം എന്നെനിക്ക് വാക്ക് തന്നു. ഞാനതങ്ങനെ സ്വീകരിച്ച് നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ അയാളെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഒരൊറ്റ ആളല്ലേ ഉള്ളൂ, അയാളെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അയാൾ കാരണമാണല്ലോ ഇപ്പൊ ദുആഇന്റെ ഇജാബത്തിന് ഈ സദസ്സ് സാക്ഷിയായത്. അയാളെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഇല്ല മൂസാ നബിയെ, അൻഹാകും അനിൻ നമീമതി വാനകൂന നമ്മാമാ. നമീമത്ത് പറയരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു നമീമത്ത് പറയുന്ന ആളാവുകയോ? അത് നടക്കില്ല. അതുകൊണ്ട് ആ വ്യക്തിയെ പറഞ്ഞു തരാൻ പറ്റൂല. നിങ്ങൾ എല്ലാവർക്കും ഇടയിൽ വെച്ച് ഒന്നുകൂടി ദുആ ചെയ്തോളൂ. ആ വ്യക്തി നിങ്ങളെ കൂട്ടത്തിലുണ്ട്. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാനൊന്ന് പറയട്ടെ, ഏറ്റവും
ഏറ്റവും അധികം ഇത്തിബാഅ് സ്വീകരിക്കേണ്ടത് പൊതുജീവിതത്തിലേക്ക് പാദമൂന്നുന്ന അന്നാണ്. നിങ്ങൾ തയ്യാറെടുക്കണം. ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞാൻ എന്റെ കാലടിപ്പാടുകൾ എടുത്തു വെക്കുകയാണ്. എന്റെ വിചാരങ്ങളൊക്കെ വികേന്ദ്രീകരിക്കാൻ ഹലാലായ മാർഗം അല്ലാഹു എനിക്ക് തരാൻ പോകുന്ന ദിവസമാണ്. ഇനി എന്റെ നോട്ടം തെറ്റരുത്, എന്റെ ആഗ്രഹം മറ്റൊരു പെണ്ണിലേക്ക് പോകരുത്, വേറൊരു പെണ്ണിന്റെ ശരീരത്തെ ഞാൻ ആഗ്രഹിക്കരുത്. സുഗമമായ ഒരു വഴി അല്ലാഹു എന്റെ ജീവിതത്തിൽ തരാൻ പോവുകയാണ്. ഈ സമയത്ത് എന്റെ ജീവിതം ഞാൻ നന്നാക്കാൻ ഒരുങ്ങുകയാണ്. ഉളു എടുത്ത് നിക്കാഹിന്റെ സദസ്സിലേക്ക് പോകുന്ന പുതിയ പുളയും അവിടെ ചെയ്തു കൊടുക്കാൻ വേണ്ടി വരുന്ന വലിയും രണ്ടുപേരും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാണ് ആ കൃത്യം ആരംഭിക്കേണ്ടത്. അതൊരു സുന്നത്താണ്. നിക്കാഹിനുള്ള 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പ് പുതിയ ആപ്പിള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. വലിയ ആകുന്ന അമ്മോശം കാക്കയും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. തീരുന്നുണ്ടോ? ഇല്ല. നീ ആ നിക്കാഹും അതുമായി ബന്ധപ്പെട്ട സർവ്വസംഗതികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബായിലായിട്ട് നീ പൂർത്തീകരിക്കണം. നീ പ്രപ്പോസ് ചെയ്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരിക്കലും തൊട്ടുപോകരുതേ മോനെ. നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പ് അവരെ ശരീരം തൊടൽ നിനക്ക് ഹറാമാണ്, വൻകുറ്റമാണ്. നിന്റെ കൂട്ടുകാർക്ക് അവരെ കാണാൻ പാടില്ല, അവരെ തൊടാൻ പാടില്ല. അവരെ കാണാനും അവരെ തൊടാനും വേണ്ടി ഒരു ഫംഗ്ഷൻ ഏർപ്പാട് ചെയ്യുന്നത് രക്ഷിതാക്കൾ നിർത്തലാക്കണം. ആ ഒരു മുഷിഞ്ഞ ഏർപ്പാട് നമ്മുടെ കുടുംബത്തിൽ വേണ്ട. എന്തിനാണത്? ആ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ അറിയാനോ അതിന് സുന്നത്താ ഒരു രൂപം ഇസ്ലാം വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളാണ് പോയി വെക്കിയാൽ മതി. തൊടാനും സംസാരിക്കാനും പല്ല് 28 32 നോക്കാനൊക്കെ പറ്റും. അവര് പോയാൽ കുറച്ച് പെണ്ണുങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കും, അത് സുന്നത്താണ്. പുതിയാപ്പള വന്നിട്ട് പറയാൻ ഞാൻ ആകെ ഒരു മുഖവും ഒരു മുൻകൈയും കണ്ടുവന്നു, കഴുത്ത് വരെ ഞാൻ കണ്ടില്ല, മുടിയും കണ്ടില്ല. മുടിയൊക്കെ ഉണ്ടോന്നാവോ? ഞാൻ കുറച്ച് മുടി ഇങ്ങനെ ഫിറ്റാക്കിയത് അതൊന്നും അറിയില്ല. അതിനൊക്കെ സുഖമാണ് ഈ പെണ്ണുങ്ങൾ അങ്ങ് പോയാൽ. അവരിങ്ങനെ ഒരു ബാത്റൂം റൂമിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു സംസാരിക്കാൻ വേണ്ടി. ആ നടത്തത്തിന് കുഴപ്പമില്ല, ചിരിക്കുന്നുണ്ട്. ആ പല്ല് 28 32 ഒക്കെ ഉണ്ട്, ഒറ്റൊന്നും കൊഴിഞ്ഞിട്ടില്ല. നല്ല അൽക്കന്നെ സംസാരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് അവരെ കൂട്ടത്തിൽ നിന്ന് റാഹത്തായിരുന്നപ്പോ മുടിയൊക്കെ കണ്ടോ, നല്ല കാണാൻ നല്ല ചന്തമുള്ള മുടിയുണ്ട്. എല്ലാ സൗകര്യങ്ങളും വീക്ഷിക്കാൻ പറ്റുന്ന ഒരു സുന്നത്താണ് ഇസ്ലാമിലതുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നൊന്നുമില്ല. ആ പെണ്ണുങ്ങൾ നോക്കിയാൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് തിരിയും ഇത് നമ്മളെ ചെറുപ്പക്കാരന് നമ്മളെ സഹോദരന് പറ്റിയ ആളെന്നെ. ശാരീരികമായിട്ടും സ്വാഭാവികമായിട്ടും സംസ്കാരപരമായിട്ടും ഒക്കെ മികവത്തൊരു പെൺകുട്ടിയാണ്. പിന്നെന്തിനാ അതിന്റെ ഇടയ്ക്ക് ഒരു പലതും കൈമാറുന്നൊരു ഏർപ്പാട്? മുമ്പൊന്നും ഇല്ലാത്തത്. അതിന് വലിയൊരു ചെലവ്. ഇപ്പൊ 2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ഹറാമിന്റെ ഏർപ്പാടിന് വേണ്ടി ചെലവഴിച്ചത് 15 ലക്ഷമാണ് അത്രേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ദ്വാരക്കല്ലാതെ വേറെന്താ മാർഗം? നമ്മളെ സമൂഹത്തിന്റെ അപജയമാണ്, ദുർഗതിയാ ഞാനീ പറയുന്നത്. പരീക്ഷണങ്ങൾ ഇത്ര വന്നാ മതിയോ നമുക്ക് സഹോദരങ്ങളെ? ഇത്തിബായ് എപ്പോഴാണോ വലിച്ചെറിയുന്നത് അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ ഏറി വരും. എത്ര കണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുധാവനം നമുക്കുണ്ട്, അത്ര കണ്ട് വിജയവും മോക്ഷവുമുണ്ട്. എല്ലാ രംഗങ്ങളിലും അങ്ങനെ തന്നെയാണ്, മാറാൻ പാടില്ല. ഒരു ഇഞ്ച് മാറാതെ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമം നടത്തണം.